ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞായറാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. അത് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയപ്പോഴത്തേനും ഇത്രയും ദിവസമായി. അതിനിടയ്ക്ക് ഒരു കോപ്പി റൈറ്റും കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം ഒന്നും കൂടി വീഡിയോ വൈകിപ്പോയി. അപ്പോൾ എന്നോട് ക്ഷമിക്കണേ, സോറി കേട്ടോ. നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ഞായറാഴ്ച ഒരു കെട്ട് പച്ചക്കറി മാത്രമല്ല, കുറച്ച് കണസ നമ്മുടെ തക്കാളി, വെണ്ടക്ക, അതുപോലെ തന്നെ തേങ്ങ, കപ്പ, സവാള, വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട് ഏട്ടൻ പള്ളിയിലേക്ക് പോയത്. കടിച്ചു പറിക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടയച്ചിട്ട് പോന്നില്ല. കൈ കൊണ്ട് നോക്കി, പല്ലുകൊണ്ട് നോക്കി, പിന്നെയും കൈ കൊണ്ട് നോക്കി പറ്റാണ്ടായപ്പോൾ ഞാൻ മീൻവെട്ടിന് കത്രിക എടുത്തിട്ട് വന്നിട്ട് അങ്ങ് മുറിച്ചു കേട്ടോ. നമ്മൾ അങ്ങനെ ലക്ഷ്യമ കെട്ട് പോകുമ്പോൾ അപ്പോൾ അത്യാവശ്യമുള്ള പച്ചക്കറിയും കുറച്ച് കണസാ സാധനങ്ങളൊക്കെ മേടിച്ച് തന്നിട്ടാണ് പോയത്. അപ്പോൾ അതിൽ ബില്ല് കിടക്കണ്ടായിരുന്നു കേട്ടോ. നീ അറിഞ്ഞോളൂ, ഇത്രയും വിലയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ ബില്ല് ഇതിൽ ഇട്ടതെന്ന് എനിക്കറിയില്ല. 25 രൂപയായിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ മേടിച്ചപ്പോൾ. എന്നാലേ ഓരോ ദിവസം നമ്മുടെ സാധനങ്ങളുടെ വില പോയിക്കൊണ്ടിരിക്കുന്ന പോക്കേ. എന്നാൽ അതനുസരിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഉയരുന്നുണ്ടോ? അതും ഇല്ല താനും. പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. അതിങ്ങനെ അവർ എന്താ പറയുക, അതിനൊരു ഒരു 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 പാരലായിട്ട് അവർക്ക് അതനുസരിച്ചൊരു ഉയർച്ച ഉണ്ടാവും. ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർക്ക്. മടിഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ തോന്നുക. അപ്പോൾ നമ്മൾ ഒരു തണ്ണിമത്തം മേടിച്ചിട്ടുണ്ട്, പപ്പായ നല്ല പഴുത്തതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്, തേങ്ങയുണ്ട്, കപ്പയുണ്ട്, ബീഫ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ബീഫ് അപ്പം ഞാൻ എടുത്തില്ല, ഞാൻ ചിക്കനാണ് എടുത്തത്. അപ്പം എൻ്റെ കൂടെ പഠിച്ചെൻ്റെ ഒരു കൂട്ടുകാരത്തി കുറച്ച് ദിവസം മുമ്പേ ചോദിച്ചിരുന്നു എൻ്റെ അടുത്ത്. റോഷനെ എന്നാണ് അവളുടെ പേര്. അവള് നമ്മുടെ പൊട്ടറ്റോ ഇട്ട് നാടൻ രീതിയിലൊക്കെ നമ്മൾ ചിക്കൻ കറി വെക്കില്ലേ, അതെങ്ങനെയാണെന്ന് നമ്മളെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇന്ന് എന്തായാലും നമുക്ക് പൊട്ടറ്റോ ഇട്ട് നല്ല നാടൻ രീതിയിൽ വെക്കാമെന്ന് കരുതി. വലിയ പണിയൊന്നും ഇല്ലാത്ത, വറുത്തരിച്ച് വെക്കുന്നതല്ല കേട്ടോ. സാധാരണ രീതിയിൽ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഒരു ഞായറാഴ്ച ഇറച്ചി വെക്കില്ലേ, അല്ലെങ്കിൽ ചിക്കൻ ഇട്ട് വെക്കില്ലേ, ഉരുളക്കിഴങ്ങിട്ട് ഒരു സാധാരണ ഒരു കറി. അപ്പോൾ അങ്ങനെ വെക്കുകയാണ്. ഇതൊക്കെ ഒത്തിരി മെമ്മറീസ് ഉള്ളതാണ് കേട്ടോ. ഞായറാഴ്ച ആകുമ്പോഴത്തേ നമ്മുടെ കായിട്ട ബീഫും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിട്ട കോഴിക്കറിയും ഇതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജി ഉള്ളതാണ്. ഒരു ഞായറാഴ്ച എന്ന് പറയുന്നത് ഞങ്ങൾ ക്രിസ്ത്യൻസിന് ഇച്ചിരി ഒന്ന് കടിച്ചു പറിച്ചില്ലെങ്കിൽ സമാധാനമാവില്ല. അങ്ങനെയുള്ളവരാണ് കൂടുതലും. എനിക്കങ്ങനെ നിർബന്ധമില്ല, പക്ഷെ എന്നാലും ഇഷ്ടമാണ് നോൺ എന്തെങ്കിലും ഒക്കെ ഞായറാഴ്ച ഉള്ളത്. അപ്പം ഞാൻ നല്ല വലിയ ഉരുളൻ കിഴങ്ങ് നോക്കി തന്നെ മേടിച്ചിട്ടുണ്ട്. അപ്പം അത് പീൽ ചെയ്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളിതാ കിച്ചൺ വൃത്തികേടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മൾ സവാള പൊളിച്ചാലും ഉള്ളി പൊളിച്ചാലും മുളകിൻ്റെ ഞെട്ടെടുത്താലും ഇഞ്ചി ചീകിയാലും എന്ത് പച്ചക്കറി അരിഞ്ഞാലും അതിൻ്റെ തോലും നാരും ഒക്കെ നമ്മൾ സ്ലാബിൻ്റെ മുകളിൽ ഇങ്ങനെ തൂകിയിടും അല്ലേ. അപ്പം ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഇങ്ങനെ കിടക്കും ചന്ത പോലെ. നമ്മളിതാ ഒരു വലിയ ബേസ് ഇട്ട് ഇപ്പം രാവിലെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് അങ്ങ് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കണ്ട, കുറച്ച് വിഭവങ്ങൾ മതി. കുറച്ച് ഉള്ളിത്തോലോ അല്ലെങ്കിൽ 2 മുട്ടയോ അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറിയുടെ നാര് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഞായറാഴ്ച എന്നൊക്കെ പറയാൻ നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ദിവസമാണ്. അപ്പോൾ ഒരു കൊച്ചുരുളിയോ, വലിയ കൊച്ചുരുളി എന്നല്ല, നമുക്കറിയാലോ ഇത്രയും വേസ്റ്റ് ഉണ്ടാവും ഏകദേശം എന്ന്. അപ്പോൾ അത്രയുള്ള ഒരു ഉരുളി എടുത്ത് മാറ്റി, അല്ലെങ്കിൽ ഒരു പഴയ പാത്രം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് വേസ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ ഇടാം. അപ്പം നമ്മുടെ കിച്ചൺ സ്ലാബ് അങ്ങ് വൃത്തികേടാവില്ല. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞു പാത്രത്തിലിട്ട് അലച്ച് കഴുകുന്നതിനേക്കാൾ നല്ലത്, അലച്ച് കഴുകുകയല്ല, ബുദ്ധിമുട്ടി കഴുകുന്നതിനേക്കാൾ നല്ലത് നന്നായിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാം നമ്മളിങ്ങനെ അരിഞ്ഞെടുത്തിട്ട് തോല് കളഞ്ഞെടുത്തിട്ട് നന്നായിട്ട് നമുക്കൊരു വലിയ ചെമ്പിലിട്ട് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേത് ചെയ്യുന്നത് പോലെ അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഈ വക സാധനങ്ങൾ സിങ്കിലേക്ക് പോവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഒറ്റ ട്രിപ്പിന് നല്ല വൃത്തിക്ക് നമുക്ക് കഴുകിയെടുക്കാം, കൂടുതൽ വെള്ളവും ആവില്ല. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ ഇട്ട് ചിക്കൻ കറി വെക്കുന്ന റെസിപ്പി ഒന്ന് നോക്കാം. ഞാനിപ്പോൾ അധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മച്ചിയൊക്കെ ഒത്തിരി വെളുത്തുള്ളി ചേർക്കും. അന്ന് പിന്നെ വെളുത്തുള്ളിക്ക് ഇത്ര വിലയില്ല, പക്ഷെ ഇന്നിപ്പോൾ 1/4 കിലോ മേടിക്കണമെങ്കിൽ 100 രൂപ കൊടുക്കണം. അയ്യോ. അപ്പോൾ അതുകൊണ്ട് എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഈ ഉരുളക്കിഴങ്ങിട്ട് വെക്കുമ്പോൾ നമ്മുടെ ഉസ്താദ് ഹോട്ടലിൽ തിലകൻ സാറ് പറയുന്ന പോലെ ഉരുളക്കിഴങ്ങില്ലേ, അതിന് എന്തിട്ട് വെച്ചാലും അതിൻ്റെ ടേസ്റ്റേ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പം ഞാൻ കുറച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ആ ഒരു മസാലയുടെയും നല്ലൊരു സ്പൈസസിൻ്റെയും ഈ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ഫ്ലേവർ അധികം ആയിക്കോട്ടെ എന്ന് കരുതി എല്ലാം കുറേശ്ശെ അധികം കൊടുത്തിട്ടുണ്ട്. സവാള ഞാൻ അധികം കൊടുത്തിട്ടില്ല, കറി മധുരിച്ചു പോകും. കാരണം ഉരുളക്കിഴങ്ങിന് ഓൾറെഡി ഒരു മധുരിപ്പുണ്ട്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കുമ്പോൾ അറിയാലോ, ഒരു മധുരിപ്പുണ്ട്. പക്ഷെ കറിയുടെ കൂടെ ആകുമ്പോൾ ആ മധുരം എടുത്തറിയും. അപ്പം അതുകൊണ്ട് കൂടുതൽ സവാള എടുത്തിട്ടില്ല. ഉരുളക്കിഴങ്ങിനുണ്ടല്ലോ ഒരു സ്പൈസിനെസ്. അതുപോലെ തന്നെ ഞാൻ നോൺ വെജ് വെക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട് ഞാൻ പഞ്ചസാര ചേർക്കും, പക്ഷെ ഇതിൽ ഞാൻ പഞ്ചസാര ചേർത്തില്ല കേട്ടോ. കാരണം ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്, സവാളയുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ മധുരമൊന്നും പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ ഫസ്റ്റ് പടയാളികൾ അങ്ങോട്ട് ഇറക്കി വിടാം.
സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇത്ര ഇടുക. നന്നായിട്ടൊന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വഴറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വഴറ്റി കിട്ടും. നിങ്ങൾക്ക് അറിയില്ലല്ലോ, ആദ്യമായിട്ട് കേൾക്കുന്നതല്ലേ, അപ്പോൾ മനസ്സിൽ ഓർത്ത് വെച്ചോളൂ കേട്ടോ. വെറുതെ പറഞ്ഞാട്ടോ, എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിലേക്ക് ഞാൻ വേപ്പില ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറേ വേപ്പില കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുറേ കിട്ടിയിട്ടുണ്ട്. കാട് പോലെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് വേപ്പ് മരം വെട്ടി. അപ്പോൾ കിട്ടിയ പാടെ ഞാൻ എല്ലാം പറിച്ചു ഓടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ അതിൽ നിന്നുള്ള വേപ്പിലയാണ്. നല്ല വലിയ വേപ്പില കേട്ടോ, നല്ല വലിപ്പത്തിലുള്ള ഇലയാണ്. അപ്പം നമുക്ക് പൊട്ടറ്റോ അല്ലേ, നമുക്ക് കഴുകി തോല് കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാം. ചെറുതാക്കി അരിയരുത് കേട്ടോ, കാരണം നമ്മുടെ ചിക്കൻ്റെ ഏകദേശം ആ ഒരു പീസിൻ്റെ വലിപ്പത്തിൽ വേണം നമ്മൾ പൊട്ടറ്റോ അരിഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ വെന്ത് വരുമ്പോഴത്തേനും ഉരുളക്കിഴങ്ങ് ഏതാ ചിക്കൻ ഏതാന്ന് അറിയാൻ പറ്റില്ല. കാരണം ഇവിടെ ചിക്കനാണെന്ന് അറിയാൻ പറ്റും, എല്ലുള്ളതുകൊണ്ട് ഇത് അലന്നു പോകും. ഉരുളക്കിഴങ്ങ് അങ്ങ് കുഴഞ്ഞു പോകും, ഉടഞ്ഞ ഭാഗത്തിനായി പോകും. അപ്പം നമുക്ക് ഇതിലേക്ക് മസാല ഇടാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറകെ ഒരു കളറിന് അതേ അളവിൽ തന്നെ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഗരം മസാല ഇല്ലെങ്കിൽ നമുക്ക് ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ഇടാം. ബീഫ് മസാല ഇടുകയാണെങ്കിൽ മല്ലിപ്പൊടി കുറച്ചിട്ടാൽ മതി, ഇടണം എന്ന് തന്നെ ഇല്ല. എന്നിട്ട് ഇത്രയും പൊടികൾ ഇട്ട ശേഷം നന്നായിട്ട് നമുക്കൊന്ന് വഴട്ടി കൊടുക്കാം. നേരത്തെ നമ്മൾ അവിടെ ഉരുളക്കിഴങ്ങിൻ്റെ ചാരത്ത് ഒരു 3 തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. 3 അല്ല 2 എണ്ണം. വലിപ്പമുള്ള തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത് കേട്ടോ. അപ്പോൾ വലിപ്പമില്ലാത്ത കുഞ്ഞു മണിത്തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു 4ഓ 5ഓ എടുത്തോട്ടെ. ഇത് നല്ല വലിപ്പമുള്ള തക്കാളിയാണ്. അപ്പം ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളം ചേർക്കരുത് കേട്ടോ. നമ്മൾ വെള്ളം ചേർത്ത് അവസാനം കറിയിൽ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് അത്രയ്ക്ക് ഒരു ഇങ്ങനെ ഒഴുകി കിടക്കണ കറി വേണ്ടല്ലോ. നമുക്ക് കുറച്ചൊന്ന് കുഴ എന്നാൽ കുറച്ച് ചാറും വേണം. ആ ഒരു പാകത്തിനുള്ള കറിയാണ് എനിക്ക് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് ചാറ് വേണമെന്നാണെങ്കിൽ, കുറേ ചാറ് വേണമെന്നാണെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഇട്ടോളൂ. അപ്പം മസാലയുടെയും എരിവിൻ്റെയൊക്കെ അളവ് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത്. നമ്മുടെ തക്കാളി അതുപോലെ തന്നെ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. നല്ല തൂവെള്ള അല്ലല്ലോ, ഇതെന്തിപ്പോൾ കളറാ, നല്ല ക്രീം കളറിലുള്ള നല്ല ഭംഗിയുള്ള വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങിൻ്റെ പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്തൊക്കെയോ പറയുന്നില്ലേ ഈ പെണ്ണ്. അപ്പം അങ്ങോട്ടങ്ങ് കാര്യമാക്കണ്ട, ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പം അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിട്ട ഉപ്പ് ഇതിൽ കറക്റ്റായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മസാല ആയ ആ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു. അപ്പോൾ അത് അവിടെ ഇരുന്ന് വെന്തോട്ടെ. ഏകദേശം ഒരു അരമണിക്കൂർ ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെക്കുക. ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് അതിൻ്റെ ആ ഒരു ബബിള് ഇങ്ങനെ വരില്ലേ, ഒരു കുളകുള ഇങ്ങനെ സൗണ്ട് കേൾക്കില്ലേ, കേൾക്കുന്ന വരേക്ക് അങ്ങനെ വെക്കുക. പിന്നെ ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. അപ്പം നമുക്ക് അവിടെ ഒരു നോൺ വെജ് റെഡി ആവുന്നുണ്ട്. ഞായറാഴ്ച ഇതിൻ്റെ ഒരു ചാറ് വേണ്ടേ? ഞായറാഴ്ച അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചാറ് വേണം കേട്ടോ. അപ്പോൾ ചാറിന് ഞാൻ കുമ്പളങ്ങ മോര് കാച്ചുന്നതാണ്. അപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കുന്നുണ്ട്. കുമ്പളങ്ങ മോര് കാച്ചുന്നത് വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്നൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഞാൻ എപ്പോഴും വെക്കുന്നതാണ് മോര് കാച്ചിയത്. അപ്പം ചില സ്ഥലത്ത് ഇതിൻ്റെ പുളിശ്ശേരി എന്നാ പറയാന്ന് പറഞ്ഞു, അറിയില്ല, അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ. പുളിശ്ശേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈരോ മോരോ മാത്രം ഇട്ടിട്ട് വെക്കണല്ലേ പുളിശ്ശേരി, എനിക്കറിയില്ല കേട്ടോ. ഇത് മോര് കാച്ചിയതല്ലേ, നമ്മൾ അങ്ങനെയല്ലേ പറയാം, കുമ്പളങ്ങ മോര് കാച്ചിയത്. ഞങ്ങൾ എറണാകുളത്ത് അങ്ങനെ പറയാം, മോര് കാച്ചിയത്. നമ്മുടെ ഒരു പരിപാടി എന്തെങ്കിലുമൊക്കെ വന്നാലും നമ്മൾ ചോറും കറിയും പറയുമ്പോൾ ഒരു മോര് കാച്ചിയത്, ഒരു നോൺ അല്ലെങ്കിൽ ഒരു തോരൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക. അപ്പം ഇതിൽ ഞങ്ങളിവിടെ മോര് കാച്ചിയതെന്നാണ് പറയാം. അപ്പം നമ്മളിതാ മോര് കാച്ചിയത് അവിടെ റെഡിയാക്കുന്നുണ്ട്. ഇപ്പോൾ പുളിശ്ശേരി ആണെങ്കിൽ പുളിശ്ശേരി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇത് താളിച്ചിട്ടാൽ മതി. ഇടയ്ക്കൊന്ന് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇളക്കി കൊടുക്കുകയും വേണം, അതുപോലെ തന്നെ അടച്ചു വെക്കുകയും വേണം. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കിടുവാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല ചപ്പാത്തിയുടെ കൂടെയും നല്ല മുരുമുരാന്നുള്ള വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് ഈ കോഴിക്കറി. അപ്പം ഞാൻ നമ്മുടെ മോര് കാച്ചിയതിലേക്ക് കടുക് പൊട്ടിച്ചിടണമല്ലോ. അപ്പോൾ ഉലുവയും കടുകും ഇട്ടിട്ടുണ്ട്. ഞാൻ ഓർക്കാണ്ട് ഉലുവ ഇട്ടുപോയി. ഞാൻ എപ്പോഴും ഉലുവ അവസാനം ഇടുന്നത്. ഇതെന്തോ ഒരു ധൃതിക്ക് ഞാൻ ഇട്ടുപോയി. അപ്പം അതിലേക്ക് വേപ്പല ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതാ കുറച്ച് വറ്റൽ മുളകും
ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട്. നേരത്തേക്ക് ഞാൻ വറ്റൽമുളക് അരിഞ്ഞു വെക്കായിരുന്നു. ഇപ്പൊ എനിക്ക് സമയമേ ഇല്ല. എങ്ങനെയാണ് 24 മണിക്കൂർ മുമ്പിൽ നിന്ന് ഓടി പോകുന്നതെന്നേ പറയാൻ പറ്റുന്നില്ല, അത്രയും തിരക്കാണ്. അപ്പൊ അതൊരു ഫ്ലേവറിന് വേണ്ടി, ഒരു കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലിയും പിന്നെ കായത്തിന്റെ പൊടി വിട്ടിട്ടുള്ള ഒരു മോര് കാച്ചില് നമ്മുടെ ഈ ചാനലിൽ ഇല്ലല്ലോ. ആരോ സാമ്പാർ വെച്ച വീഡിയോയിൽ പറഞ്ഞിട്ടോ, ഈ പെണ്ണിന് ആരോ കായത്തിൽ കൈവശം കൊടുത്തിട്ടുണ്ട്, അതിന് മാത്രം കായ പെണ്ണിടുന്നതെന്ന്. അപ്പൊ നമ്മളിതാ, എനിക്ക് കായത്തിന്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, പക്ഷെ രസമൊക്കെ കുടിക്കുമ്പോൾ അതിലെനിക്ക് അങ്ങനെ കായത്തിന്റെ ഫ്ലേവർ ഇഷ്ടമല്ല. എനിക്ക് രസമേ അങ്ങനെ വലിയ രസമായിട്ട് തോന്നാറില്ല, എനിക്ക് വലിയ ഇഷ്ടമല്ല രസം. അതിലെനിക്ക് കായ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഇഷ്ടമില്ലാത്തൊരു സാധനം ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ സാമ്പാറിൽ മോര് കാച്ചതിലൊക്കെ നല്ല അസലായിട്ട് കായം ചേർക്കും, നല്ല ടേസ്റ്റാണ്. മോര് കാച്ചി ഇതിൽ കായം ചേർത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അറിയാത്തവരുണ്ടോ? ഇട്ടങ്ങ് തകർത്തോളൂ, സൂപ്പറാണ്. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി വരുന്നുണ്ട്, മോര് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്ക് ഇത്തിരി ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാം. ഇത് ഏട്ടൻ മേടിച്ചിട്ട് വന്നതല്ല, എൻ്റെ അടുത്ത് ട്യൂഷന് വരുന്ന എൻ്റെ സെറക്കുട്ടി എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ് പപ്പങ്ങ. അപ്പം അവൾ പറഞ്ഞു പച്ചയാണ് ചേച്ചി. അപ്പം ഞാനിങ്ങനെ നഖം കൊണ്ട് ചീന്തി നോക്കിയപ്പോൾ ചറമൊക്കെ തീർക്കുന്നുണ്ട്. അപ്പം ഞാൻ കരുതി ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി മുറിച്ചതാടാ. മുറിച്ച് കഴിഞ്ഞപ്പോൾ ദേ കണ്ടോ, നല്ല പഴുത്ത പപ്പങ്ങ. പഴുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പഴുത്തല്ല, പക്ഷെ നമുക്ക് ഇത് വെച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ പറ്റില്ല, ചാറൊന്നും കാച്ചാൻ പറ്റില്ല. അപ്പം നമുക്കിത്, ഞാനാണെങ്കിൽ മുറിച്ചും പോയി. ഈ പരുവത്തിൽ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ, പക്ഷെ എൻ്റെ മക്കൾക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല, അവർക്ക് അതിലെ കുരുവാണ് ഇഷ്ടം. ആ കുരു വെച്ചിട്ട് അവരെന്തെങ്കിലും കളികളൊക്കെ കളിക്കും, മണ്ണിലൊക്കെ കൊണ്ട് കുഴിച്ചിടും. അപ്പം ഞാൻ പറഞ്ഞത് ഒന്നും കൂടി പഴുക്കോ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പഴുക്കാനൊന്നും നിന്നില്ല. അന്ന് വൈകിട്ട് ഒരു പടത്തിന് പോയി വന്നപ്പോഴത്തേനും ഈ പപ്പായ ഞാൻ മുറിച്ചവർക്ക് കൊടുത്തു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെനച്ച് വരുന്ന പപ്പങ്ങ കഴിക്കാൻ. അതുപോലെ തന്നെ ചെനച്ച് വരുന്ന മാങ്ങ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുളിയല്ല, നല്ല മധുരമല്ല, അതിൻ്റെ ഇടയ്ക്കുള്ളൊരു അവസ്ഥയില്ലേ അത്. അപ്പോൾ നമ്മുടെ പച്ചക്കറി കിറ്റിൽ വഴുതനങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ വഴുതനങ്ങ വെച്ചിട്ടൊരു കൂട്ടാൻ വെക്കാമെന്ന് ഓർത്തു. വഴുതനങ്ങ വെച്ചിട്ട് തോരൻ വെച്ചാൽ വലിയ ഇഷ്ടമൊന്നുമല്ല ഇവിടെ, വെറുതെ കുഴാന്നിരിക്കും. അതുപോലെ വെണ്ടയ്ക്കയും ഞാനിവിടെ തോരൻ വെക്കാറില്ല, അതും ഇഷ്ടമല്ല. ഒരു നോളപ്പുണ്ടല്ലോ എല്ലാത്തിനും. പക്ഷെ നമ്മൾ ഇതിന് നാരങ്ങ നീര് പിഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ നോളപ്പ് മാറും. പക്ഷെ ഇവിടെ ഇഷ്ടമല്ലെന്നേ, വെണ്ടയ്ക്കയും വഴുതനങ്ങയൊക്കെ തോരൻ വെക്കേണ്ടത് ഇഷ്ടമല്ല. അപ്പം ഞാൻ കരുതി നമുക്ക് വേറൊരു സൂത്രപ്പണി ചെയ്യാം. പണ്ട് വേറൊരു ചാനലിൽ കണ്ടതാണ്, പക്ഷെ എൻ്റെ അമ്മ ഇത് ചെയ്യുമായിരുന്നു കേട്ടോ. അമ്മ ബീൻസ്, അച്ചിങ്ങ, ക്യാബേജ് ഇതിലെല്ലാം ഈ ഒരു പണി ചെയ്ത് നല്ല സൂപ്പറായിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടി എന്നാൽ തോരനോ എന്ത് വേണമെങ്കിലും പറയാം, ചെയ്ത് തരുമായിരുന്നു. മുട്ടയിട്ടിട്ടൊരു പ്രയോഗമാണ്. അപ്പം ഞാൻ എന്താ കൂടുതൽ പച്ചമുളകും ഇഞ്ചിയൊന്നും ഇട്ടിട്ടില്ല. നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള ചതച്ചല്ല, അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ പൊടിയായിട്ടൊന്നുമല്ല അരിഞ്ഞത്, അത്യാവശ്യം വലുപ്പത്തിലാണ്. കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് അതിൻ്റെ ആ മസാലയൊക്കെ ശരിക്കും എല്ലായിടത്തും ആവണം. ആ പച്ച പൊടിയുടെ ആ ഒരു കുത്തല് മണം പോകണം, അപ്പോഴേ മെഴുക്ക് പുരട്ടിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ പൊടിയുടെ ഈ പച്ചമണം കുത്തല് മാറാണ്ട് നേരെ കൊണ്ടുവന്ന് അതിലേക്ക് പച്ചക്കറി ആണെങ്കിലും എന്താണെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ കറിക്ക് സ്വാദം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ നന്നായിട്ടൊന്ന് അത് മൊരിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അത്യാവശ്യം ഒരിടക്ക് ഭയങ്കര വൈറലായിരുന്നൊരു റെസിപ്പിയാണ്. വഴുതനങ്ങയും മുട്ടയും കൂടി ചേർത്തിട്ടുള്ള. അതുപോലെ തന്നെ വേറെയും പച്ചക്കറികൾ നമുക്കിങ്ങനെ ചെയ്യാം. ഞാൻ ഇതിനു മുമ്പ് വേറൊരു പച്ചക്കറി ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, മുട്ട ഇട്ടിട്ട്, ക്യാരറ്റ് ആണെന്ന് തോന്നുന്നു ചെയ്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇട്ടു. പക്ഷെ പാത്രം പോരായിരുന്നു, ഞാൻ മാറ്റാൻ നിന്നില്ല. കാരണം ഇത് 2 ആവി കയറുമ്പോഴത്തേനും 2 മിനിറ്റ് ഒന്ന് ആവി കയറുമ്പോഴത്തേനും ഈ വഴുതനങ്ങയൊക്കെ അങ്ങ് ചുരുങ്ങി ചുക്ക് പോലെ ആവും. അപ്പം ഞാനിനി പാത്രം ഒന്നും മാറ്റിയില്ല, പക്ഷെ ഈ മൂടി പറ്റിയില്ല. മൂടി മാറ്റി ഞാൻ വേറെ മൂടി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോഴത്തേനും ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് ലോ ഫ്ലെയിമിൽ കുക്കാവട്ടെ. ഒരു തുള്ളി വെള്ളം ഒഴിക്കണ്ട കേട്ടോ, വെള്ളം ഒഴിച്ചാൽ കറിയുടെ ടേസ്റ്റേ പോയി. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗുമ്മ പോകും കറിയുടെ. അതാണ് വെള്ളം ഒഴിക്കാണ്ട് ആവിയിലിരുന്ന് ആ മസാലയിലും ആ പച്ചക്കറിയിലും മാത്രമുള്ള വെള്ളത്തിൽ ഇരുന്ന് ഇങ്ങനെ അത് കുക്കാവണം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങയും മുട്ടയും കൂടിയിട്ടുള്ളൊരു തോരൻ നമുക്ക് കിട്ടും. തോരനോ മെഴുക്കുരട്ടിന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ഞാൻ ഇവിടെ കോഴിക്കറിയിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്, അത് ഞാൻ മൂടിയെടുത്തപ്പോൾ ഒരു ഇടി ഇടിച്ചതാണ്. ഇനി ഒരു ഇടിയും കൂടി ഇടിക്കും എൻ്റെ കൈ കൊണ്ടിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചിക്കനും പൊട്ടറ്റോയും കൂടി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കോഴിക്കറി അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്.
നല്ല ടേസ്റ്റിയാണ്. നമുക്ക് പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും പോകുന്നൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ദാ 1 മണിയായപ്പോൾ തന്നെ ഏട്ടൻ വന്നു. പള്ളിയിൽ നിന്ന് എന്തോ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും മിക്കപ്പോഴും ഞായറാഴ്ച. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഏട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കയ്യോടെ ചോറ് തിന്നാം. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഈ ദിവസങ്ങളിൽ. ഭയങ്കര മഴയും മഴക്കാരും ഇരുട്ട് കുത്തിയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പം ഞാൻ എന്താ കറിയായിട്ടുള്ള നമ്മുടെ കോവയ്ക്കല്ലല്ലോ വഴുതനങ്ങ മുട്ട ആ ഒരു റെസിപ്പിയും ആ ഒരു വിഭവവും, അതുപോലെ തന്നെ നമ്മുടെ കുമ്പളങ്ങ മോര് കാച്ചിയതും ചിക്കനും പൊട്ടറ്റോ ഇട്ട് വെച്ച കറിയും, ഇതിനൊക്കെ ആ ചിക്കനും പൊട്ടറ്റോയും വെച്ച കറിക്ക് ഒരു വറുത്തരച്ച കറിയുടെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. വറുത്തരപ്പ് ഇട്ടിട്ടല്ല വെച്ചെങ്കിൽ കൂടിയും ആ മല്ലിപ്പൊടിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വന്നപ്പോഴത്തേനും അത് വറുത്തരച്ചൊരു കറിയുടെ മാതിരി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേഗം കഴിച്ചോ, കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയിട്ട് നമുക്കൊരു സിനിമക്ക് പോവാം. അപ്പം എനിക്ക് സന്തോഷമായിട്ടോ. കുറേ നാളായി പടത്തിന് പോയിട്ട്. അപ്പോൾ ഏത് പടാന്ന് വെച്ചപ്പോൾ ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് പതപ്പിച്ച് വെച്ചപ്പോൾ പറഞ്ഞു ഹലോ മമ്മിയാണ്. അപ്പം ഞാൻ പറഞ്ഞു നല്ല പടമാണോ, കുഴപ്പമുണ്ടോ? ആ നല്ല പടമാണെന്നാ പറഞ്ഞ, കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റുന്ന പടമാണെന്നാ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിതാ കഴിച്ചിട്ട് പോയി കിടന്നിട്ട് എനിക്ക് ഉറക്കം വരണ്ടായില്ല കേട്ടോ. സിനിമയ്ക്ക് പോകണം ഇത് തന്നെയായിരുന്നു മനസ്സിൽ. ഇവരൊന്നും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യെ എണ്ണീറ്റ് എൻ്റെ കൊണ്ടുപോകാനുള്ള കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ റെഡിയാക്കി, ഇടാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കലും, പിന്നെ നമ്മൾ കുറച്ച് തുണി മടക്കാനുണ്ട് അതൊക്കെ മടക്കി. ഇതാ നമ്മുടെ ബോഗൻവില്ല നന്നായിട്ട് പൂത്തുന്നതാണ്. ഒരൊറ്റ മഴയത്ത് എല്ലാം പോയി. ഇപ്പം അവിടെ ഇവിടെ ഇച്ചിരി ഈശമുണ്ട്. അപ്പം ഞങ്ങളിതാ പോവാണ്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ തിയേറ്റർ ഉണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഉണ്ടായിരുന്നു പണ്ടൊരു തിയേറ്റർ. അത് നമ്മുടെ ആ പൊക്കം കണ്ടില്ലേ, പൊക്കം നേരെ കയറി ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. പക്ഷെ അത് പൊളിച്ച് കളഞ്ഞു. ഇപ്പം അതെന്തോ ഗോഡൗണോ അങ്ങനെ എന്തോ ആണ്. നമ്മളിപ്പോൾ പോണത് വരാപ്പുഴ എം സിനിമാസിലേക്കാണ്. നമ്മൾ കാണാൻ പോകുന്ന സിനിമ ഹലോ മമ്മിയാണ്. സൂപ്പർ പടമാണ് കേട്ടോ. കുട്ടികളായിട്ടൊക്കെ പോയി കാണാൻ പറ്റിയ പടമാണ്. പരീക്ഷയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ മനസ്സൊന്ന് റിലാക്സ് ആക്കണമെങ്കിൽ കുട്ടികളായിട്ടൊന്ന് പോയി കണ്ടോളൂ. നല്ല സിനിമയാണ്. കുറേ ചിരിക്കാനുണ്ട്. ചിരിച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ ചിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വരുമായിരുന്നു. അത്രയ്ക്ക് നല്ല പടമാണ്. അപ്പോൾ അതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.